ബുക്സ് എന്നൊരു സ്ഥാപനം ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പിന്നെ കൊടുക്കും, നാളെ കൊടുക്കുന്നതിനകത്ത് തന്നെ ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു വ്യാജമുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ പറയുന്നത് താങ്കൾക്ക് വ്യക്തമായി കാണുമല്ലോ. സത്യസന്ധമല്ലാത്ത വാർത്ത DC ബുക്സ് ആണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. ഹലോ ഹലോ മാഡം, DC ബുക്സ് അല്ലേ? മാഡം, ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. എന്തായിരുന്നു? ഈ 2 ദിവസമായിട്ടേ ഈ ജയരാജനെ പറ്റി നിങ്ങളുടെ DC ബുക്സിൽ പുള്ളി ഒരു ആത്മകഥ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാൻ ചോദിച്ചു. അത് എല്ലാ മീഡിയാസിലും ഇത് കാണിക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാൽ. ഞാൻ പബ്ലിക്കിലോട്ട് കണക്ട് ചെയ്തുതരാം, അവിടെ ചോദിച്ചോളൂ കേട്ടോ. ആരാണ്? പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്തുതരാം, സാർ ഒന്ന് ചോദിച്ചോളൂ. ഒന്ന് കണക്ട് ചെയ്തോളൂ. ഹലോ ഹലോ, പബ്ലിക്കേഷൻ DC ബുക്സ് അല്ലേ? അതെല്ലോ. സാറേ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാ മീഡിയാസിലും ഈ ജയരാജനെ പറ്റി പുള്ളി ഒരു ആത്മകഥ എഴുതിയിട്ട് നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ തന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫേക്ക് ന്യൂസ് ആണോ അത്? അത് ശരിക്കും നിങ്ങൾ ഉള്ളതാണോ? അത് നിങ്ങൾ എന്തെങ്കിലും അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അതിന്റെ സത്യാവസ്ഥ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ടല്ലോ. സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ. അതിൽ പറയുന്ന കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ ഇട്ടതല്ലേ അത്? അല്ല, നമ്മൾ അതിന്റെ വിശദീകരണക്കുറിപ്പ് ഇട്ടിട്ടുണ്ട്. വിശദീകരണക്കുറിപ്പ് ഇട്ടിട്ടുണ്ട്, അത് തന്നെയാണ് നമ്മൾ ചോദിച്ചത്. അതിൽ പറയാത്ത കാര്യങ്ങളാണല്ലോ ഈ മീഡിയാസിൽ കൊടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഉടൻ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അല്ല, ഞാൻ ചോദിച്ചതേ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ വെളിപ്പെടുത്തായിരിക്കുമോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ DC ബുക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ, നമ്മളൊക്കെ ഒത്തിരി ബുക്സ് ഒക്കെ അവിടെ നിന്ന് വായിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു വിശ്വാസമുള്ള സാധനമാണ്. അപ്പോ നിങ്ങളത് ഈ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ള കാര്യം. നിങ്ങൾ ഈ മീഡിയാസിനെ സംബന്ധിച്ച് ഈ 24-ലാണ് ആദ്യം നമ്മൾ കാണുന്നത്. ആ ജയരാജൻ നിങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണെങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് എതിര് ചേർക്കാത്ത കാര്യം ഇവർ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറയാൻ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞത് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഉടൻ തന്നെ പുറത്തു വിടുന്നതായിരിക്കും. അല്ല, ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ലോകം കള്ള വാർത്ത ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുള്ളൂ. ഈ ലോകം മൊത്തം ഈ വ്യാജ വാർത്ത ഈ മീഡിയാസ് എല്ലാം CPM-നെ തകർക്കാൻ വേണ്ടി, അല്ലെ ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി ഈ ഇലക്ഷന്റെ ദിവസം തന്നെ ഈ വ്യാജ വാർത്ത കൊടുത്തപ്പോൾ നിങ്ങൾ ഉത്തരവാദിത്തമുള്ള DC ബുക്സ് എന്നൊരു സ്ഥാപനം ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ വിശദീകരണം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പിന്നെ കൊടുക്കും, നാളെ കൊടുക്കുന്നതിനകത്ത് തന്നെ ആ പറഞ്ഞതിനകത്ത് തന്നെ ഒരു വ്യാജമുണ്ട്. മനസ്സിലായല്ലോ? നമ്മൾ പറയുന്നത് താങ്കൾക്ക് വ്യക്തമായി കാണുമല്ലോ. സത്യസന്ധമല്ലാത്ത വാർത്ത DC ബുക്സ് ആണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. നിങ്ങൾ അതിനുശേഷം പറയുകയാണ് ഞങ്ങൾ കൊടുക്കും, അല്ലെ കൊടുക്കാം. അതിനകത്ത് തന്നെ ഒരു പൊരുത്തക്കെട്ടില്ല സാറേ. ഏതായാലും താങ്കൾ ഒരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. അല്ല, അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം പോയിട്ട് ഒരു സെക്കൻഡ് ഇതിനെപ്പറ്റി വെയിറ്റ് ചെയ്യേണ്ട കാര്യം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി ഇത് സംഭവം ഫ്രോഡ് പണിയായിരുന്നു. എനിക്ക് ഒരു ദിവസം ഒരു നിമിഷം ഈ പ്രസ്ഥാനത്തിനെ EP-നെ അറിയുന്ന ആളുകൾക്ക് അറിയാം അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നും അങ്ങനെ അങ്ങേര് ചെയ്യില്ലെന്നും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ ലോകം മൊത്തം ചുറ്റി സഞ്ചരിച്ചിട്ട് ഈ വ്യാജ വാർത്തക്കെതിരെ നിങ്ങൾ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഒരു ദിവസം കൂടെ ഞങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിനുള്ള വിശദീകരണം വേറെ എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ നിങ്ങളെയും ഹലോ